സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും ആളുകൾ എന്നാണ് നേർക്ക് നേരെ അർത്ഥം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയും. സുന്നത്ത് എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. സുന്നത്ത് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ശരിക്കുള്ള അർത്ഥം ചര്യ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിൻപറ്റുന്നവരാകണം. അതേപോലെ തന്നെ ജമാഅത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞാൽ ജമാഅത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താ? സ്വഹാബത്തിന്റെ നിലപാടുകൾ, അവർക്കിടയിൽ തർക്കമില്ലാത്ത, അതിനാണ് ഇജ്മാ എന്ന് പറയും. അവർക്കിടയിൽ ഏകോപിച്ച ഇത്തിഫാഖുള്ള, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യങ്ങൾ, അതിനെയും പിൻപറ്റുന്നവരായിരിക്കണം. ഇത് രണ്ടും പിൻപറ്റുക. അത് രണ്ടും നമ്മൾ പിൻപറ്റുമ്പോഴാണ് നമ്മൾ എന്തിനെ പിൻപറ്റിയവരാവുക? ഖുർആനിനെ പിൻപറ്റിയവരാവുക, അള്ളാഹുവിനെ അനുസരിച്ചവരാവുക, സിറാത്തുൽ മുസ്തഖീമിൽ പ്രവേശിച്ചവരാവുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാവുക, സ്വർഗത്തിൽ പ്രവേശിച്ചവരാവുക. എപ്പോഴാണ്? നമ്മൾക്ക് എന്ത് ചെയ്യാം? നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇത് പറയുന്നത് ഈ ആമുഖത്തിൽ ഈ ഒരു വിഷയം ആവർത്തിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടെ വീണ്ടും ആവർത്തിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഖുർആനിനെ പിൻപറ്റുന്ന ആളുകളാണെന്ന് അവകാശപ്പെടുന്നവരാണ് എല്ലാ മുസ്ലിമീങ്ങളും അവർ അവകാശപ്പെടുന്ന ഞങ്ങൾ ഖുർആനെ പിൻപറ്റുന്നവരാണ്, ഖുർആനിന്റെ ഉമ്മത്താണ്, ഖുർആനിന്റെ അനുയായികളാണെന്നാണ് എല്ലാവരും അവകാശപ്പെടുന്നത്. അങ്ങനെയല്ലാതെ മറ്റെന്തെങ്കിലും തൗറാത്തിന്റെ സമൂഹമാണെന്നോ ഇഞ്ചീലിന്റെ സമൂഹമാണെന്നോ ഒരു മുസ്ലിം പോലും അവകാശപ്പെടൂല, സ്വന്തത്തെ അതിലേക്ക് ചേർത്തി പറയൂല. എല്ലാ ആളുകളും അംഗീകരിക്കുന്ന കാര്യമാണ് ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്. പക്ഷേ ഖുർആൻ ഒന്ന് തന്നെയാണ്. ഖുർആൻ രണ്ടില്ല, മൂന്നില്ല. എല്ലാ ആളുകളും അവരുടെ പക്കലുള്ള വ്യത്യസ്ത വിഭാഗങ്ങളുടെ പക്കലുള്ള ഖുർആൻ ഒന്ന് തന്നെയാണ്. ഈ ഖുർആൻ ഒന്ന് തന്നെ ആയിരുന്നിട്ട് പോലും ആദർശത്തിൽ, വിശ്വാസത്തിൽ, നിലപാടുകൾ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാ? അത് ഈ സുന്നത്തും ജമാഅത്തും മുറുകെ പിടിക്കുന്നതിനനുസരിച്ച് വ്യത്യാസപ്പെടും. എത്രത്തോളം ഒരാൾക്ക് സുന്നത്തുണ്ടോ, എത്രത്തോളം ഒരാൾക്ക് ജമാഅത്ത് എന്ന് വെച്ചാൽ സ്വഹാബത്തിന്റെ നിലപാടുകൾ കൃത്യമായി പഠിച്ച് പാലിക്കുന്നു, അത്രത്തോളം അവൻ ഖുർആനിന്റെ ആളായിത്തീരും. ഖുർആനെ യഥാർത്ഥ രൂപത്തിൽ അതെങ്ങനെ അതുകൊണ്ട് പ്രവർത്തിക്കണമോ, അതിനെ എങ്ങനെ പ്രാവർത്തികമാക്കണമോ അതുപോലെ പ്രാവർത്തികമാക്കിയവനാവുക ഈ സുന്നത്തിനെയും ജമാഅത്തിനെയും മുറുകെ പിടിച്ചവ മാത്രം. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഒരാൾക്ക് സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് എങ്ങനെയാണോ ഖുർആൻ അറിയിച്ചു തരുന്നത്, അതുപോലെ തന്നെ സ്വഹാബത്തിനിടയിലുള്ള ഇജ്മാഅകൾ, അവർക്കിടയിലുള്ള ഏകാഭിപ്രായങ്ങൾ, ഇതെങ്ങനെയാണോ ഖുർആൻ അറിയിച്ചു തരുന്നത് അതേപോലെ തന്നെ മനസ്സിലാക്കുകയും അതേപോലെ തന്നെ പ്രവർത്തിക്കുകയുമാണ്. അതല്ലാത്ത ഒരാളും ഖുർആനിന്റെ ആളാവുകയില്ല. അവൻ ആദ്യം മുതൽ അവസാനം വരെ ഖുർആൻ ഒരക്ഷരം പോലും തെറ്റിക്കാതെ പാരായണം ചെയ്യുന്നവനാണെങ്കിൽ പോലും അവൻ ഒരിക്കലും ഖുർആനിന്റെ ആളാവുകയില്ല. ഖുർആനിന്റെ ആളെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തൃപ്തിപ്പെട്ടവനെന്ന് പറഞ്ഞാൽ, സിറാത്തുൽ മുസ്തഖീമിലായവനെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എങ്ങനെ ഖുർആനെ പിൻപറ്റാൻ അറിയിച്ചു തരുന്നു അങ്ങനെ പിൻപറ്റണം. സ്വഹാബത്തിനെ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ ആളുകളാക്കി വളർത്തിയെടുത്തുവോ അങ്ങനെ തന്നെ പിൻപറ്റും. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രത്യേകത. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആദർശം. അതൊരു സംഘമല്ല, സംഘടനയല്ല, പാർട്ടിയല്ല, വിഭാഗമല്ല, ഏതെങ്കിലും പ്രത്യേക രാജ്യത്തെ ഗോത്രമൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മാ അന അലൈഹി യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു ആദർശത്തിലാണോ, ഏതൊരു വിശ്വാസത്തിലാണോ, ഏതൊരു നിലപാടുകളിലാണോ അതിനെയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്